ഞാനൊരു തൊഴിലാളിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് മലയാളികളിൽ ഭൂരിഭാഗവും. എന്നാൽ തൊഴിലാളി എന്നൊരു ഹോട്ടലിന് പേരിട്ടാലോ? തൊഴിലാളി എന്ന പേരിൽ ഒരു ഹോട്ടൽ കഴിഞ്ഞ 50 വർഷമായി പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹോട്ടൽ തൊഴിലാളിയിലെത്തിയാൽ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം ഹോട്ടൽ ഉടമ രവിച്ചേട്ടന്റെ തൊഴിലാളി അനുകൂല ഗാനങ്ങളും കാണാം സുജു ടി ബാബുവിന്റെ റിപ്പോർട്ട്. തമ്പുരാൻ മേടയിൽ പാലടയുണ്ണുമ്പോൾ പഞ്ഞം കിടക്കുന്ന ഞങ്ങളാണ്. തമ്പുരാൻ മേടയിൽ പാലടയുണ്ണുമ്പോൾ പഞ്ഞം കിടക്കുന്ന ഞങ്ങളാണ്. ഇതാണ് പത്തനംതിട്ട മെഴുക്കുഴിയിലെ രവിച്ചേട്ടൻ്റെ ഹോട്ടൽ തൊഴിലാളി. നമുക്ക് ഹോട്ടലിലേക്കൊന്ന് കയറാം. ഇപ്പം ഹോട്ടലിൽ ധാരാളം ആളുകൾ രാവിലെ തന്നെ ചായ കുടിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രവിച്ചേട്ടനെ തേടി വന്നതാണ് ഹോട്ടൽ തൊഴിലാളി. തൊഴിലാളികൾക്ക് ഇഷ്ടം പോലെ ആഹാരങ്ങൾ കൊടുക്കുകയും വയറിളകാതെയും ഛർദ്ദിക്കാതെയുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ കൊടുക്കാറുള്ളത്. പഴകിയ ആഹാരങ്ങളൊന്നും കൊടുക്കാറില്ല. ഞങ്ങളൊക്കെ ഇവിടുന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. രവിച്ചേട്ടൻ്റെ ഒരു 25 വർഷമായിട്ട് നമുക്കറിയാം. ചേട്ടൻ്റെ ചായക്കട നല്ല തിരക്കാണ്. രവിച്ചേട്ടൻ ഇപ്പം വരുന്നുണ്ട്. ചേട്ടാ, ഞങ്ങൾ ചേട്ടൻ്റെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തൊഴിലാളി എന്നൊരു പേര്, വ്യത്യസ്തമായ പേര്, എന്താണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അങ്ങനെ വരാൻ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അപ്പോൾ ഈ കട വെക്കാൻ നേരത്തെ അമ്മയോട് ചോദിച്ചു എന്ത് പേരിടണമെന്ന്. ഉടനെ അമ്മ ഇങ്ങനെ കുറച്ച് നേരം തൊഴിലാളിയിൽ നിന്നിടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പേര് തൊഴിലാളി എന്ന് നാമകരണം ചെയ്തത്. ഇപ്പോൾ എത്ര വർഷമായി ഹോട്ടൽ തുടങ്ങിയിട്ട്? ഹോട്ടൽ തുടങ്ങിയിട്ട് 50 വർഷമായി. 50 വർഷം. ഈ പേര് 50 വർഷം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ്? ഇതൊരു വെറൈറ്റി പേരായതുകൊണ്ട് ഞാൻ മാറ്റാൻ തയ്യാറായില്ല. ഇങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ ഈ പേരിനകത്ത് ഒരു ഇതുണ്ടല്ലോ, ഒരു ഐശ്വര്യമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് നിലനിന്നു. പേരിൽ അഭിമാനം കൊള്ളുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അതും പ്രത്യേകിച്ച് അമ്മയിട്ടായതുകൊണ്ടും തൊഴിലാളിയുടെ ആയതുകൊണ്ടും തൊഴിലാളിയുടെ പ്രസ്ഥാനമായതുകൊണ്ടും. എൻ്റെ വീട്ടിലെ വിശേഷമോടെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ ഞാൻ, ഭാര്യ, 2 മക്കൾ, 2 പെൺമക്കളാണ്. അവരെ 2 പേരെയും കെട്ടിച്ചു വിട്ടു. അവർ 2 പേരും നേഴ്സുമാരാണ്. പിന്നെ 4 കൊച്ചുമക്കളുണ്ട്. ഇന്നലെ ഒരു പരാതി ഉണ്ടായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മൂത്ത കൊച്ചുമകൾ പറഞ്ഞു, പപ്പ പറഞ്ഞില്ല 4 കൊച്ചുമക്കളുള്ള കാര്യം പറഞ്ഞില്ലെന്ന്. മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ പത്രത്തിലൊക്കെ വന്നു. അവളിത് വായിച്ചു നോക്കിയേച്ച് ഒരു സൂക്ഷ്മ പരിശോധന ചെയ്തേച്ച് പറഞ്ഞു, പപ്പ എല്ലാം പറഞ്ഞു, പക്ഷേ 4 കൊച്ചുമക്കളുള്ള കാര്യം പറഞ്ഞില്ലെന്ന്. അങ്ങനെയെങ്കിൽ അവരുടെ പേരോട് ഇപ്പം പറയാം. അവളുടെ പേരാണ് ഋതിക. ചേട്ടാ, എങ്ങനെ ഉണ്ടായി ഇവിടുത്തെ ഫുഡൊക്കെ? ഏറ്റവും നല്ല ആഹാരമാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലുള്ള ആഹാരം തന്നെ. കവിത പാടുന്ന ആളാണോ? അങ്ങനെയൊക്കെ ഒരു കവിതയോടെ പാടിയിട്ട് അവസാനിപ്പിക്കും. ഒരു കവിത പാടിക്കും. ഈ പുള്ളി തമ്പുരാൻ മേടയിൽ പാലടയുണ്ണുമ്പോൾ പഞ്ഞം കിടക്കുന്ന ഞങ്ങളാണ്. തമ്പുരാൻ മേടയിൽ പാലടയുണ്ണുമ്പോൾ പഞ്ഞം കിടക്കുന്ന ഞങ്ങളാണ്. തമ്പുരാൻ പാടിയ പാട്ടു കേൾക്കുമ്പോൾ പാടത്തിറങ്ങുന്ന ഞങ്ങളാണ്. തമ്പുരാൻ പാടിയ പാട്ടു കേൾക്കുമ്പോൾ പാടത്തിറങ്ങണ ഞങ്ങളാണ്. അടിപൊളി. അങ്ങനെ ചായയോടൊപ്പം പാട്ടും കേൾക്കാം, കവിതയും കേൾക്കാം. ചായയോടൊപ്പം പാട്ടും കേൾക്കാം അല്ലേ? ഇവിടെ എത്തിയാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ എത്തിയാൽ പുള്ളി കവിത പാടും. നല്ല രാമായണത്തിലെ കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് രവിയേട്ടൻ. രവിയേട്ടൻ്റെ ഹോട്ടലിലെത്തിയ നല്ല ഭക്ഷണം കഴിക്കാം, ഒപ്പം തന്നെ പാട്ട് കേൾക്കാം, കഥയൊക്കെ കേൾക്കാമെന്നാണ് പറയുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബിനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.